ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു വെള്ളയപ്പത്തിന് അരി കുതിർക്കുകയും വേണ്ട, പിന്നെ അഥവാ അരി കുതിർക്കാൻ മറന്നു പോയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് വറുത്ത പച്ചരിപ്പൊടിയാണ് വേണ്ടത്. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അപ്പം, പിന്നെ ഇടിയപ്പം, പത്തിരി എന്നൊക്കെ. അപ്പോൾ ആ ഒരു പൊടി വെച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. പൊറോട്ടിൻ്റെ പൊടിയല്ലേ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ടാവും അപ്പം, ഇടിയപ്പം, പത്തിരി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു പൊടിയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കണം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്, ചൂടുവെള്ളമൊന്നുമല്ല. ഞാനിപ്പോൾ ഏകദേശം 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി കട്ടയില്ലാണ്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. കലക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് തോന്നുമെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം കലക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ച മാവുണ്ടല്ലോ, അത് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, അന്നേരം പിന്നെ തേങ്ങയും ചോറും കൂടിയിട്ട് അരിയാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വണ്ണമുള്ള പാത്രത്തിലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മാവ് പൊങ്ങി വരുന്ന സമയത്ത് പുറത്തേക്ക് മറന്നു പോകും. ഞാനിട്ട് 1/4 കപ്പ് വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവിട റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളയപ്പത്തിന് അരക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ചൂടല്ല, അതുകൊണ്ട് പിന്നെ നല്ലോണം പൊങ്ങി കിട്ടിക്കോളൂ. ഇവിടെ ഇപ്പം നല്ല ചൂടാണെന്നല്ല, ചൂട് കാലാവസ്ഥ അല്ലേ, അതുകൊണ്ട് 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങും. ഞാനിപ്പോൾ രാത്രിയാണ് അരച്ച് വെച്ചത്, രാവിലെയാണ് ഇതിപ്പോൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വലിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് പൊങ്ങി വന്നത് മനസ്സിലാകാത്തത്. ഇനി നമുക്ക് ഒരു വെള്ളാപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കാം. നല്ല ഈസിയാണ് ഈ ഒരു അപ്പം ചുട്ടെടുക്കാനായിട്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് പാലപ്പമാണ് ഇത്. പെട്ടെന്ന് നമ്മൾ അരി കുതിർക്കാൻ മറന്നു പോയാലും, പിന്നെ അതുപോലെയല്ല നമ്മൾ പെട്ടെന്ന് അപ്പം തിന്നാൻ ആഗ്രഹിച്ചാലല്ല നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. പിന്നെ ഒരാൾ പറയലുണ്ട് ഈ സൈഡിന് ഇങ്ങനെ ഇതുപോലെ ആയി കിട്ടുന്നില്ല എന്നല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് വെള്ളാപ്പം ശരിയാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.